ദീപ. ആ ഇതെന്താ? അതോ, അത് ശ്രീകലയുടെ. ഓ, അവള് റിട്ടയർ ചെയ്യാണ്. ഒരു പുസ്തകം എഴുതിയതാ. എന്ത്? ഏയ് ഒന്നുമില്ല. ഉം. ആ മോളെ, നാദനങ്ങളാണ്. എന്താ അങ്കിൾ വിശേഷിച്ച്? അമ്മ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? റിട്ടയർമെന്റ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഫോട്ടോസ് വാട്സപ്പ് ചെയ്തു തന്നു. ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ. അമ്മയ്ക്കത് ഇടയ്ക്ക് പതിവുള്ളതല്ലേ. പിന്നെ വിളിച്ചോളും. ഓക്കെ. വീട്ടിലെത്തിയില്ലേ? എത്തി അങ്കിൾ. എന്നാ ശരി, ഓക്കെ, ബൈ. ബൈ. എന്താ നാഥൻ, കിടക്കാറായില്ലേ? ആ, നീ കിടന്നു. ശ്രീകലയുടെ പുസ്തകം വായിച്ചു തീരാതെ ഇന്ന് എനിക്ക് ഉറക്കം വരില്ല. അവളെയാണ് വിളിച്ചിട്ടും കിട്ടുന്നില്ല. നന്ദൂനിയോ ഭാമിയോ ആരെയും വിളിച്ചിട്ടില്ല അവള്. വലിയ കൂട്ടായിരുന്നല്ലോ. അത് തന്നെയാണ് പ്രശ്നം. കുറച്ചു നാളായിട്ട് ചാറ്റിങ്ങും വിളിയൊന്നുമില്ലായിരുന്നു. വലിയ തിരക്കാണെന്ന് വിചാരിച്ചു. 2 ആഴ്ച മുമ്പ് റിട്ടയർമെന്റ് ആണെന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു. ജോലി ഇല്ലാതാവുമല്ലേ, എല്ലാവർക്കും തോന്നുമായിരിക്കും. കുറെ നാളായുള്ള ചിട്ടുകളൊക്കെ മാറുകയല്ലേ. എന്തായാലും ഞാനിത് വായിച്ചിട്ടേ കിടക്കുന്നുള്ളൂ. ആ പിന്നെ, നാളെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട രാവിലെ. ശരി, ബ്രേക്ക്ഫാസ്റ്റ് മുറിയിലുണ്ടാവും. ആ, നാളെ എനിക്ക് സ്റ്റാഫ് മീറ്റിംഗാ. ഓ. നിറമുള്ളതും എന്നാൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ഓർമ്മകൾ തന്ന എൻ്റെ കുട്ടിക്കാലം. ആഹാ, കിട്ടിയോ? ഒത്തിരി തപ്പിയോ? കൂടുതൽ തപ്പിയൊന്നുമില്ല. ഈ ബുക്കാ മതിയല്ലേ? മണിക്കുട്ടി, മോള് പുസ്തകമൊക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ആ ശരി, ഞാൻ പോവാണേ. അച്ഛനോട് പറഞ്ഞേക്കണേ മോളെ. എന്നാ ശരി. ആഹാ, ഇതാര്? 2 പേരും ഉണ്ടല്ലോ. മാഷെ മോളെ കണ്ട് കുറച്ചാലായല്ലോ. വരുന്ന പുസ്തകങ്ങളെല്ലാം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. അത് പോരെ? മതി മതി, എല്ലാം വായിക്കണം കേട്ടോ. ശ്രീധര, ഞാൻ കടവരയിന്ന് പോയിട്ട് വരാം മോളെ. നിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല. ആയിക്കോട്ടെ.
ആ കാലം ഓർക്കുമ്പോൾ അയാളെ ഓർക്കാതെ ഒന്നും എനിക്ക് എഴുതാനാവില്ല. ഇന്നേ നിമിഷം എൻ്റെ മുന്നിൽ അയാൾ വന്നാലും ഞാൻ തിരിച്ചറിയും. എല്ലാവരുടെയും ജീവിതത്തിലെന്ന പോലെ കോളേജ് കാലഘട്ടം എൻ്റെ ജീവിതത്തിലെ ഒരു വസന്തകാലം തന്നെയായിരുന്നു. MA മലയാളം ഫൈനൽ ഇയർ ഒത്തിരി നല്ല ഓർമ്മകൾ തന്ന വർഷമായിരുന്നു. ഏറ്റവും കൂടുതൽ എഴുതിയതും ഇക്കാലത്താണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പ്രണയത്തെ പറ്റിയാണ്. ശരിക്കും പ്രണയത്തിലായ, പ്രണയമായി മാറിയ ഒരു മനുഷ്യൻ താൻ പ്രണയത്തിലാണെന്ന് തെളിയിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല. നിങ്ങൾ പ്രണയത്തിലല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് തെളിയിക്കേണ്ടി വരുന്നത്. നിങ്ങൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. സത്യത്തിൽ അത് തെളിയിക്കുന്നത് വിപരീതമായ പ്രണയമല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ ഒരാളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അയാളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അത് തെളിയിക്കുന്നത് നിങ്ങളുടെ പ്രണയത്തിന്റെ പോരായ്മയല്ലേ? നമ്മൾ ആലോചിക്കേണ്ട വസ്തുത പ്രണയം എപ്പോഴും മനസ്സിൽ നിന്നും മനസ്സിലേക്ക് പങ്കിടാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞു വന്നത് പ്രണയം യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മലയാളം കവിതാ രചന മത്സര വിഭാഗത്തിൽ 1ാം സ്ഥാനം CMS കോളേജിലെ B ശ്രീകല, 2ാം സ്ഥാനം SD കോളേജിലെ PR നാഥൻ. അന്ന് നിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വെച്ച് നോട്ടൗട്ടതാ. കൊടുക്കൈ. ഇതൊരു നേരം പോക്ക്. 1ാം സ്ഥാനം നേടി ശ്രീകല തന്നെ ഇത് പറയണം. ജൂനിയറായ നാഥൻ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി മാറി. എഴുത്തും വായനയും ചർച്ചയും കവിത ചൊല്ലലുമൊക്കെയായി സമ്പന്നമായ നാളുകൾ. എടോ, ഞാൻ എഴുതാൻ വാങ്ങിച്ച നോട്ട്ബുക്ക് താൻ തുറന്നു നോക്കിയോ? നോക്ക് മനുഷ്യ. കൊള്ളാം കൊള്ളാം. എടാ, കോഴ്സ് തീരാറായില്ലേ? നമുക്കൊരു ട്രിപ്പ് പോയാലോ? എല്ലാരും കൂടി കാട്ടിലേക്ക്. നല്ല രസമായിരിക്കില്ലേ? ആണ്. നീ തന്നെ അറേഞ്ച് ചെയ്താൽ മതി. അടിപൊളി, ഞാൻ തന്നെ അറേഞ്ച് ചെയ്തോളാം. എനിക്ക് ഫുഡിന്റെ സമയം, ഫുഡ് മേടിച്ചോണ്ട് വരാം.
ഹലോ ഹലോ, ഫുഡ് എത്തി. ഡാ. ഡാ, കുപ്പി എവിടെ? ആ ഇപ്പൊ തരാം. വേണോ ശ്രീകല? ദാ പിടിക്ക്.